ഇനി നമ്മൾ നേരെ പോകുന്നത് വിസ്ഡം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയെ വിമർശിച്ച് ഇ.കെ. വിഭാഗം എസ്.വൈ.എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നു എന്നതിനെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല. സൂംബയോട് വിയോജിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചത് ഇരട്ടത്താപ്പാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അനൽക സേതുവിന്റെ വിവരങ്ങളുമായി. അനൽക, നാസർ ഫൈസി കൂടത്തായിയുടെ വിശദീകരണം എങ്ങനെയൊക്കെയാണ്? സേതുലക്ഷ്മി, ഈ തൂമ്പ വിവാദവുമായി ബന്ധപ്പെട്ടതിൽ പ്രതികരണം നടത്തിയതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അധ്യാപകൻ കൂടിയായിട്ടുള്ള ടി.കെ. അഷ്റഫിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് നാസർ ഫൈസി ഇ.കെ. വിഭാഗം എസ്.വൈ.എസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദർശപരമായ വിദ്യാ സംഘടനയോടും നേതൃത്വത്തോടും വിയോജിപ്പുണ്ട്. അതോടൊപ്പം തന്നെ സൂംബയോട് വിയോജിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റ് നിർദ്ദേശിച്ചത് വകുപ്പിന്റെ ഇരട്ടത്താപ്പാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, ഈ ജനാധിപത്യ ദംശനത്തെ അംഗീകരിക്കാനാവില്ല എന്ന വിമർശനമാണ് നാസർ ഫൈസി കൂടത്തായി വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെതിരെയും ഉയർത്തിയിരിക്കുന്നത്. സർക്കാർ ശമ്പളം സ്വീകരിക്കുന്നവർ സർക്കാർ നിലപാടുകളെ വിമർശിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയൽ ജനാധിപത്യ വിരുദ്ധമാണെന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ലക്ഷ്മി, ഓക്കെ, വ്യക്തമാണ്.